ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളൻ്റെ ആർട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനും സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ് എന്ന് നിങ്ങൾക്ക് ബ്ലെസ്സിങ്സ് ആയിട്ട് കിട്ടുന്നത് എന്താണ് നോക്കാം. എയ്റ്റ് ഓഫ് പെൻറ്റക്കിൾസ്, ഹെർമിറ്റ്, സെവൻ ഓഫ് കപ്പ്, പേജ് ഓഫ് കപ്പ്, വീൽ ഓഫ് ഫോർച്യൂൺ, ഫൈവ് ഓഫ് വാണ്ട്സിൻ്റെ എനർജിയാണ് ബോട്ടം വന്നിട്ടുള്ളത്. കുറച്ച് കാര്യങ്ങളിൽ കോൺഫ്ലിക്ട്സ് വന്നേക്കാം, ചിലപ്പോൾ ചില വ്യക്തികളോടോ അല്ലെങ്കിൽ നമ്മളുടെ ചില വ്യക്തികളെന്ന് വെച്ചാൽ പുറത്തുള്ള ആരെങ്കിലോടോ അല്ലെങ്കിൽ നമ്മളുടെ വീട്ടിലുള്ള ഏതെങ്കിലും ആൾക്കാരോടോ ഒക്കെ നമുക്കൊരു കോൺഫ്ലിക്റ്റ് വരാനുള്ളൊരു സാധ്യതയുണ്ട്. പക്ഷേ ഇത് എല്ലാം പോസിറ്റീവ് കാർഡ്സാണ് വന്നിട്ടുള്ളത്. ഇത് സാധ്യത മാത്രമാണ്, ഇതൊരു ഓവറോൾ എനർജിയാണ്. കുറേ നന്മകൾ വന്നിട്ട് നമുക്ക് ചെറിയൊരു പ്രശ്നം വന്നേക്കാം. അപ്പം നമ്മൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് ആ ഒരു പ്രശ്നം ഒഴിവാക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഈ ബോട്ടം കണ്ടത് ആദ്യം പറഞ്ഞത്. ചിലപ്പം നമുക്കൊരു മറ്റുള്ളവരാരെങ്കിലും നമ്മളോടൊരു മത്സരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മളിടുന്ന പോലത്തെ ഡ്രസ്സ് ഇടുക, നമ്മൾ വാങ്ങുന്ന കാര്യങ്ങളൊക്കെ വാങ്ങാൻ ശ്രമിക്കുക, നമ്മൾ നടക്കുന്നത് പോലെ നടക്കുക, നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ ആ ചെയ്യുന്നതൊക്കെ അവർ ചെയ്യാൻ ശ്രമിക്കുക. നമ്മളാകണം എന്ന് വിചാരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. പക്ഷേ നമ്മളെ മുന്നിൽ അവർ ഒരിക്കലും നമ്മൾ അക്സെപ്റ്റ് ചെയ്യില്ല. നമ്മളെ ശരിക്കും ഒരു മൂല്യവും ഇല്ലാത്ത ആൾക്കാരായിട്ട് കണ്ടിട്ട് നമ്മളാവാൻ ശ്രമിക്കുന്നു. നമ്മളെങ്ങനെ ഡീപ്രമോട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്തിനങ്ങനെ ചെയ്യുന്നത്? അപ്പം അല്ലെങ്കിൽ നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യും. ഇത് ചിലപ്പോൾ ഫ്രണ്ട്സോ അല്ലെങ്കിൽ നമ്മളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരോ ഒക്കെ ആവട്ടെ. അവരുടെ റോൾ മോഡൽ എന്ന് പറയുന്നത് നമ്മളാണ്. നമ്മളാകാൻ എത്ര ഫോട്ടോ അവരെടുക്കും. നമ്മളുടെ ആക്ഷൻ കാണിക്കും, നമ്മൾ സംസാരിക്കുന്നത് പോലെ സംസാരിക്കാൻ ശ്രമിക്കും, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ള ആൾക്കാർക്ക് നമ്മളോട് ഇഷ്ടവും റെസ്പെക്റ്റും തോന്നുന്നത് എന്തുകൊണ്ടാണെന്ന് അവരിങ്ങനെ കീനായിട്ട് വാച്ച് ചെയ്യും. എന്നിട്ട് നമ്മളെ കുറ്റം പറയുകയും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അതേപടി അനുകരിക്കുകയും ചെയ്യും. എന്നിട്ട് നമ്മളുടെ കൂടെ ഒരു പ്രൊമോഷനും തരില്ല. അവർ നമ്മളുടെ കൂടെ പറയുമ്പോൾ ഒക്കെ നമ്മളെ ശരിക്കും താഴ്ത്തി സംസാരിക്കുക. അപ്പം നമ്മൾ തെറ്റിദ്ധരിക്കും, ഇനി ഞാൻ പറയുന്നതിൽ അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നതിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ നമ്മൾ സ്വയം തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ സംസാരിക്കും. എന്നിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് അവർ മറ്റുള്ളവരെ ഇമ്പ്രഷൻ പിടിച്ചു പറ്റും. അങ്ങനത്തെ ആൾക്കാർ നിങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾക്കൊരു അസ്വസ്ഥത ഉണ്ടാക്കും എന്നുള്ളതാണ് കേട്ടോ. അത് നമ്മൾ വിട്ടുകളയുക. നമ്മളവരെ നോക്കേണ്ട ആവശ്യമേ ഇല്ല. എല്ലാ ആൾക്കാരെയും നമുക്കിങ്ങനെ നല്ലതായിട്ട് കൊണ്ടു നടക്കാനോ ഒന്നും പറ്റില്ല. നമ്മളുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള ആൾക്കാരുമായിട്ട് കോണ്ടാക്റ്റ് ഉണ്ടാകാം, സൗഹൃദമുണ്ടാകാം, ചിലപ്പോൾ റിലേഷൻഷിപ്പ് ഉണ്ടാകാം, ചിലപ്പോൾ അവരുടെ കൂടെ താമസിക്കേണ്ടി വന്നേക്കാം. ചിലപ്പം നമ്മൾ വർക്ക് പ്ലേസിൽ ചിലപ്പോൾ കുറേ ആൾക്കാർ ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്ന ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാരോട് ഇപ്പം നമ്മൾ താമസിക്കേണ്ടി വന്നേക്കാം. അതിൽ നമ്മളിങ്ങനെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് കാര്യമില്ല. നമ്മളിങ്ങനെ അയ്യോ അങ്ങനെ പോകാൻ പറ്റും അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. അത് നമുക്ക് ദൈവം തരുന്ന ഒരു അവസരമാണ്, അല്ലെങ്കിൽ നമ്മളെ പരീക്ഷിക്കുകയാണ്. എത്രമാത്രം ശ്രമം നമുക്കുണ്ടാവും, ഈ ഒരു കാര്യം എങ്ങനെ നമ്മൾ ഓവർകം ചെയ്യും. അത് സ്വയം നമുക്ക് ഹോംവർക്ക് ഇട്ട് തരും പോലെ നമ്മൾ അറിയാലോ, അങ്ങനെ ചെയ്യുന്നത് പോലെ ദൈവം നമുക്ക് തരുന്നൊരു പരീക്ഷണമാണ്. എങ്ങനെ ഇതിന്ന് മുന്നോട്ട് പോവൂ, ഇത് രക്ഷപ്പെടൂ, കറക്റ്റായിട്ടുള്ള ആൻസറാണോ തരണത്, കറക്റ്റായിട്ടുള്ള വഴി തിരഞ്ഞെടുക്കാൻ പറ്റുമോ, പേഷ്യൻസ് ഉണ്ടോ, നിങ്ങൾക്ക് ക്ഷമയൊക്കെ ഉണ്ടോ എന്നൊക്കെ ദൈവം പരീക്ഷിക്കുന്നത് എന്നാണ് ഇതിനകത്ത് കാണുന്നത്. അപ്പോൾ അത് പോയി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നല്ലതാണ്. കാരണം ഇന്ന് നിങ്ങൾക്ക് കൂടുതൽ ഫോക്കസ് കിട്ടും. നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും ഫോക്കസ്ഡായിട്ട് ചെയ്യാൻ പറ്റും.
അല്ലെങ്കിൽ ഫോക്കസ് കുറഞ്ഞാലും നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മളുടെ ശ്രദ്ധ അതിൽ നിന്ന് മാറിപ്പോണെങ്കിൽ വീണ്ടും തിരിച്ചത് കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കുക. പിന്നെ ഹെർമിറ്റാണ്, ഒരു ഉൾവലിഞ്ഞിരിക്കുന്ന സ്വഭാവം ഉണ്ടാവും. ഇന്നത്തെ ദിവസം നമ്മളിലേക്ക് ഒതുങ്ങിക്കൂടാൻ നമുക്ക് ആഗ്രഹം ഉണ്ടാവും. മറ്റുള്ളവരുടെ കാര്യങ്ങളിലൊന്നും ഇടപെടാതെ നമ്മളുടെ കാര്യങ്ങളിലെ കുറിച്ച് ചിന്തിക്കും. നമുക്കെങ്ങനെ നന്നാവാൻ നോക്കും, നമുക്കെങ്ങനെ മാറ്റം വരുത്താൻ നോക്കും, അല്ലെങ്കിൽ മാറ്റം വരുത്താൻ നോക്കണം. ഇന്ന് ഈ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നത് നമ്മൾ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടുമ്പോഴോ മറ്റുള്ളവർ പറയുന്നത് കേൾക്കുമ്പോഴാണ്. നമ്മളത് ചെയ്തില്ല, നമ്മൾ മറ്റുള്ളവരുടെ കാര്യങ്ങളിലൊന്നും ഇടപെടേണ്ട, നമ്മൾ ഈ ഹെർമിറ്റ് മോഡിലിരിക്കുക, നമ്മളിലേക്ക് ഫോക്കസ് ചെയ്ത് നമ്മളുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിരിക്കുക, നമ്മളുടെ സോളുമായിട്ട് കണക്ട് ചെയ്യാൻ നോക്കുക, ശ്വാസത്തിൽ ശ്രദ്ധിക്കുക. ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പുറത്തുള്ള കാര്യങ്ങളൊന്നും നമ്മളെ ഒരു തരത്തിലും ബാധിക്കാതെ ആവും. അങ്ങനെയാണ് സ്പിരിച്വലായിട്ടുള്ള ആൾക്കാർ ജീവിക്കാൻ തുടങ്ങുന്നത്. ഇത് നമ്മൾ തന്നെ നമുക്ക് വെളിച്ചമാകുന്ന ഒരു എനർജിയാണ്. കാരണം ഇതിൽ നമ്മളെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. നമ്മൾ എന്താണ്, നമ്മൾ ഈ ഭൂമിയിൽ എന്തിനാണ് വന്നത്, നമുക്ക് ഈ എക്സ്പീരിയൻസ് ഒക്കെ എന്തിനാണ് കിട്ടിയത്, അതിൽ നിന്ന് നമ്മൾ എന്ത് പാഠമാണ് ഉൾക്കൊള്ളുന്നത്, ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളിന്ന് കൂടുതൽ അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി ചിന്തിക്കുക, സോളുമായിട്ട് കണക്ട് ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ്. പിന്നെ 7 ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. ഇതിൽ ചില കാര്യങ്ങൾ നമ്മൾ കൂടുതലായിട്ട് ചിന്തിച്ച് മാറ്റി വയ്ക്കും. അങ്ങനെ മാറ്റി വെക്കുന്ന കാര്യങ്ങൾ നിങ്ങളിന്ന് തുടങ്ങണം എന്നാണ് കേട്ടോ. ഇന്നത്തെ ദിവസം കുറേ ചോയ്സസ് ഉണ്ടാകും. അപ്പം നമുക്ക് കൺഫ്യൂഷൻ ആകും, നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെ പോകണം എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ വരും. പക്ഷേ വളരെ ആലോചിച്ചിട്ട് മാത്രം നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഇതിനകത്തൊരു മറ്റുള്ളവർ നമ്മളെ ഒന്ന് അസ്വസ്ഥരാക്കാനോ നമ്മളെ ഒന്ന് ഇറിറ്റേറ്റ് ചെയ്യാനോ ഒക്കെ ഉള്ളൊരു സാധ്യതയുണ്ട്. ഈ ഇറിറ്റേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഓടി പിടിച്ച് തീരുമാനം എടുക്കും. അങ്ങനെ ചെയ്യാതിരിക്കുക. അങ്ങനെയുള്ള ഒരു കാര്യം ചെയ്യരുത് കേട്ടോ. നമ്മളായിട്ടിരുന്ന് കൊണ്ട് നമ്മളെ കൂടുതൽ ശ്രദ്ധിക്കുക, നമ്മളെ കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക. നമ്മളെപ്പോഴും മറ്റുള്ളവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. മറ്റുള്ള ആൾക്കാർ അവരെന്തുകൊണ്ട് അങ്ങനെ ചെയ്തു, അവരെന്തുകൊണ്ട് അങ്ങനെയായി, അങ്ങനെയല്ല. നമ്മളെയാണ് മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടത്. അപ്പോൾ അത് ഒന്ന് ചെയ്യുക. കാരണം പലപ്പോഴും നമുക്ക് നമ്മളെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കൂല നമ്മളാരും. കാരണം അത് മറന്നുപോകും എപ്പോഴും നമ്മളെ മനസ്സിലാക്കാൻ. നമ്മളുടെ ഇഷ്ടങ്ങളും നമ്മളുടെ ഇഷ്ടക്കേടുകൾ നമ്മളുടെ കുറവുകൾ ഒക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ആ ഒരു പോയിന്റ് നമ്മൾ മാറ്റേണ്ട ചില കാര്യങ്ങൾ മാറ്റിയാൽ നമുക്ക് സൂര്യനെ പോലെ ഉദിക്കാൻ പറ്റും. അത്രയും ശോഭ നമുക്ക് ഉണ്ടാവുന്ന അത്രയും മാറ്റം നമുക്ക് വരും. നമ്മളുടെ ജീവിതത്തിലെ ഇരുട്ട് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ ഹെർമിറ്റ് ഒരു ലൈറ്റുമായിട്ട് നിൽക്കുന്നത്. അപ്പം നമ്മുടെ സോളുമായിട്ട് കണക്ട് ചെയ്യുമ്പോഴാണ് നമുക്കിതൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇന്ന് അങ്ങനത്തെ ഒരു ദിവസമാണെന്ന് മനസ്സിലാക്കാം. പിന്നെ ഇന്ന് ഇൻഡ്യൂഷൻ കൂടുതലായിരിക്കും കേട്ടോ. പേജ് ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. പല കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റും. കാരണം അത് നിങ്ങളുടെ പാസ്റ്റിൽ സംഭവിച്ച ചില കാര്യങ്ങളാകാം, അല്ലെങ്കിൽ പ്രസൻറ്റിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളാകാം, ചില വ്യക്തികൾ നിങ്ങളോട് പെരുമാറുന്നതിൻ്റെ ഒരു രഹസ്യങ്ങളാകാം. അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകും എന്നാണ് കാണുന്നത്. വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. വ്യക്തികളും സാഹചര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരും. ഇതിൽ ചിലപ്പോൾ നിങ്ങളോട് എതിർത്തിരുന്ന പല ആൾക്കാരും നിങ്ങളെ ഈ ഒരു സമയം സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങും. നിങ്ങളെ മനസ്സിലാക്കാത്ത ആൾക്കാർ നിങ്ങളെ മനസ്സിലാക്കി തുടങ്ങും. നിങ്ങൾ ചേഞ്ച് ആവില്ല എന്ന് വിചാരിച്ച പല കാര്യങ്ങളും ചേഞ്ച് ആയി തുടങ്ങും. ചിലപ്പോൾ പലപ്പോഴും ഇങ്ങനെ സ്റ്റക്കായി നിൽക്കും. കുറേ കാലം കൊണ്ട് ഒരേ കാര്യം തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, ഒരു മാറ്റവും ഇല്ല എന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക് അത് ആ വീലൊന്ന് കറങ്ങി തുടങ്ങിയെന്ന് മനസ്സിലാക്കുക. കാരണം അത് നമുക്ക് ഭാഗ്യം വരുമ്പോഴാണ് ഈ വീല് കറങ്ങുന്നത്. അപ്പോൾ അത് ഭാഗ്യം അനുകൂലമാകുന്ന സമയം, ആ ഒരു സമയം നിങ്ങൾക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ഇന്നത്തെ ദിവസം സംഭവിക്കാനുണ്ട് എന്ന് മനസ്സുകൊണ്ട് ഉറപ്പിക്കുക. കാരണം അതിനാണ് നമ്മൾ ഇതിൽ ഒരു ആദ്യം വന്നത് 8 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. കൂടുതൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇത് നമ്മളെക്കുറിച്ചായാലും നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പഠിച്ച് നോക്കുക, മനസ്സിലാക്കി നോക്കുക. പിന്നെ നമുക്ക് കോസ്മിക് എഗ്ഗാണ്, പരിവർത്തനമാണ് ഇത്. ഇതിൽ
നിങ്ങൾക്ക് നിങ്ങൾ ആ ഒരു ഷെല്ലൊക്കെ പൊട്ടിച്ച് നിങ്ങൾ പുറത്തു വരുന്ന ഒരു എന്താണ് നമ്മളുടെ ഉള്ളിലുള്ള പല കാര്യങ്ങളും അത് പുറത്തു വരുന്നൊരു സമയമാണ് ഇത്. ഇതിനകത്ത് ഒരു മുട്ടയിൽ ഇങ്ങനെ പാമ്പാണ് ചുറ്റിയിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ ആ ഒരു തോട് പൊളിച്ച് നിങ്ങൾ പുറത്തു വരുന്നൊരു സമയമാണ്. ഒരു വലിയ ട്രാൻസ്ഫോർമേഷൻ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതിൽ ഈ പാമ്പെന്ന് പറയുന്നത് കുണ്ടലിനെ കൂടെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പം നിങ്ങളുടെ ഉള്ളിലുള്ള പല കാര്യങ്ങളും ഇല്ലാതായി പോകുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അത് ഒരു ഡിവൈൻ കണക്ഷൻ, ഒരു വിത്ത് നിങ്ങൾക്ക് തരുന്നു എന്നുള്ളതാണ്. നിങ്ങളെ മനസ്സിലാക്കാനുള്ള ഒരു ചെറിയ കാര്യം അത് നിങ്ങളിലേക്ക് തരുന്നുണ്ട്. അപ്പം അത് കൂടുതൽ നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക ഈ ഒരു സമയം. ഇതിൽ നിങ്ങൾ ഭൂമിയായിട്ട് കൂടുതലൊരു ബന്ധം വെക്കുന്നത് നല്ലതായിരിക്കും. നമ്മൾ ചെരുപ്പിടാതെയൊക്കെ നടക്കാൻ ശ്രമിക്കുക കേട്ടോ. നമ്മൾ ഒരു എർത്ത് എനർജി സ്വീകരിക്കുന്നത് നല്ലതാണ്, കോസ്മിക് എനർജിയും സ്വീകരിക്കുന്നത് നല്ലതാണ്. നമ്മൾ ഈ കർത്തവാവല്ലാത്ത ദിവസങ്ങളിൽ, ചിലപ്പോൾ കർത്തവാവിന് അത്ര അങ്ങനെ പറയുന്നത് കേട്ടിട്ടില്ല കേട്ടോ. ഒരു കർത്തവാവല്ലാത്ത 2-3 ദിവസം, ആ ഒരു ഇരുണ്ടിരിക്കുന്ന സമയമല്ലാത്ത ദിവസം കുറച്ച് സമയമെങ്കിലും നമ്മൾ ആ ഒരു എനർജി സ്വീകരിക്കുക, കോസ്മിക് എനർജി സ്വീകരിക്കുക. കർത്തവാവ് നല്ലതാണെന്നാണ് പറയുന്നത്, പക്ഷെ ഒരുപാട് ഡാർക്ക് എനർജീസ് ഇങ്ങനെ ഇറങ്ങി നടക്കുന്ന സമയമാണ് കർത്തവാവ്. നമുക്ക് ചിലപ്പോൾ അത് താങ്ങാൻ പറ്റിയെന്ന് വരില്ല. ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള സമയമാണ് ന്യൂ മൂൺ. പക്ഷേ കുറേയധികം ഡാർക്ക് എൻറ്റിറ്റീസ് ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും സ്വൈരവിഹാരം നടത്തുന്ന ഒരു സമയമാണ്. നല്ലതും ചീത്തയായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ പുറത്തിറങ്ങുന്ന ഒരു സമയമാണ് കർത്തവാവ്. അവർക്ക് അനുകൂലമായ സമയമാണ്. അപ്പം നമ്മൾ സെൻസിറ്റീവായിട്ട് ഇരുന്നാൽ ഈ നെഗറ്റീവ് എനർജി നമ്മളിൽ പിടിക്കും. അതുകൊണ്ടാണ് പണ്ടുള്ള ആൾക്കാർ പറയുന്നത് കർത്തവാവാണ്, പുറത്തിറങ്ങരുത്. അത് പണ്ടുള്ള ആൾക്കാർ പറയുന്ന പല കാര്യങ്ങളും പണ്ട് നമുക്ക് തമാശയാണെങ്കിലും ഇപ്പം നമുക്കതിൻ്റെ ഒരു ഡീപ്പായിട്ടുള്ള മീനിങ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമ്പോൾ നമുക്കറിയാം. ഈ കർത്തവാവിൽ നമ്മളിങ്ങനെ പുറത്ത് പലപ്പോഴും യാത്ര ചെയ്യരുത് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ അതൊന്നും പറ്റില്ല. എന്നാലും പുറത്ത് നമ്മളധികം ഒരു നല്ല രാത്രി ആയി കഴിഞ്ഞാൽ പുറത്തിറങ്ങരുത് എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഒരു ഡാർക്ക് എനർജീസ് എല്ലാം ഇങ്ങനെ ചുറ്റിക്കറങ്ങുന്ന സമയമാണ്. അവർ ആ സമയത്ത് സഞ്ചരിക്കും. അവർക്ക് പുറത്തിറങ്ങാൻ പറ്റുന്ന ഒരു സമയമാണ്. കാരണം ഈ ഒരു എനർജി സ്വീകരിച്ചിട്ടാണ് അവർ പുറത്തിറങ്ങുന്നത്. ആ പുറത്തിറങ്ങുന്ന സമയത്ത് സെൻസിറ്റീവായിട്ടുള്ള ആൾക്കാർ പുറത്ത് നിന്ന് കഴിഞ്ഞാൽ ഈ എനർജി പെട്ടെന്ന് അവർ അറ്റാക്ക് ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറയണത്. ഇപ്പോൾ എനിക്കിത് ഓർമ്മ വന്നുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. ഒരു കാർഡ് കൂടി എടുക്കാം. ഗസ്സിലാണ് വന്നിട്ടുള്ളത്. അപ്പം വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു എനർജിയാണ് ഈ ഇത് മാൻ എന്ന് പറയുന്നത്. എല്ലാവരെയും നിങ്ങൾക്ക് അട്രാക്റ്റ് ചെയ്യാൻ പറ്റും. വളരെ സോഫ്റ്റാണ്, എന്നാൽ വളരെ ഒരു നർച്ചറിങ് ആയിട്ടുള്ള, മറ്റുള്ളവരെ അട്രാക്റ്റ് ചെയ്യുന്ന, മറ്റുള്ളവർക്കൊരു ഓമനത്വമൊക്കെ തോന്നുന്ന, അടുപ്പം തോന്നുന്ന ഒരു ദിവസം, ഒരു എനർജിയാണ് ഇന്നത്തെ ദിവസം. നിങ്ങളോട് മറ്റുള്ളവർക്ക് ഒരു നല്ല അടുപ്പവും സ്നേഹവും പരിഗണനയൊക്കെ തരും. എല്ലാവർക്കും കാണുന്ന എല്ലാവർക്കും ആ ഒരു സ്നേഹം തോന്നും. നമ്മളെ കാണുമ്പോൾ സ്നേഹം തോന്നുമല്ലോ, ഒരു കൗതുകമൊക്കെ തോന്നും ഇന്നത്തെ ദിവസം. ഇന്ന് നിങ്ങളെന്തെങ്കിലും ചിലപ്പോൾ നിങ്ങളുടെ സംസാരമോ നിങ്ങളുടെ ഒരു എന്താണ് ആറ്റിറ്റ്യൂഡോ ഒക്കെ മറ്റുള്ളവരിൽ കൗതുകവും സ്നേഹവും ഒക്കെ ഉണ്ടാക്കും എന്നാണ് കാണുന്നത്. ബ്ലാക്ക് എഗ്. അപ്പോൾ ഇന്ന് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഇന്ന് പറയാൻ തോന്നും, പറയാം എന്ന് വിചാരിക്കും. കാരണം ഇതൊരു നിങ്ങളുടെ ത്രോട്ട് ചക്ര ആക്റ്റീവ് ആകുന്നതാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ പറയേണ്ട ചില കാര്യങ്ങൾ, നിങ്ങൾ പറയണ്ടെന്ന് വിചാരിച്ചിരുന്ന കാര്യങ്ങൾ നിങ്ങൾക്കിന്ന് പറയണം എന്ന് തോന്നാനുള്ളൊരു സാധ്യതയുണ്ട് കേട്ടോ. സത്യം തുറന്നു പറയുന്ന ഒരു എനർജിയാണ്. മാത്രമല്ല ഇതൊരു റീബർത്താണ്, ഒരു പുതിയൊരു ജനനമാണ്. ഇതും അങ്ങനെയാണ്. ഇപ്പോൾ ഇതിൽ രണ്ടും വന്നിട്ടുള്ളത്, ഇതൊരു സ്നേക്കും ഈ എഗ് എന്ന് പറയുന്നത് തന്നെ ഒരു ട്രാൻസ്ഫോർമേഷൻ്റെയാണ്. നിങ്ങളുടെ കുണ്ടലിനി ഉണരുന്നു എന്ന് പറയാം. നിങ്ങളുടെ സത്യമാണ് കേട്ടോ. ഇത് ചിലപ്പോൾ നിങ്ങൾ പുറത്ത് പറയേണ്ട സത്യമായിരിക്കില്ല, നിങ്ങളുടെ സത്യം മനസ്സിലാകുന്ന ഒരു ദിവസം. ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് മുഴുവൻ അങ്ങനെയാണ് കാണുന്നത്. നിങ്ങളുടെ ഉള്ളിലെ സത്യം നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു സമയമാണ്. നിങ്ങൾ ഒരു മിസ്റ്ററിയിൽ നിന്നും, അതായത് അന്ധകാരത്തിൽ നിന്നും ഒരു പുതിയ ഒരു ജനനം നിങ്ങൾക്കുണ്ടാകുന്നു. അപ്പം നിങ്ങൾ എന്താണ് നിങ്ങൾ ഇതുവരെ ഹൈഡ് ചെയ്തിരുന്നത്, നിങ്ങൾക്ക് ഹൈഡ് ചെയ്യപ്പെട്ട കാര്യം എന്തോ, നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഹൈഡ് ചെയ്യപ്പെട്ടിരുന്ന എന്തോ ഒരു കാര്യം അത് റിവീലാകുന്ന ഒരു എനർജിയാണ്. അത്
സ്വയം ശബ്ദം മനസ്സിലാക്കുന്നു, നമ്മുടെ തന്നെ ശബ്ദം നമുക്ക് മനസ്സിലാകുന്നു എന്നുള്ളതാണ് കേട്ടോ. നമ്മളുടെ ഉള്ളിൽ നിന്നും ആരോ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത്. സ്പിരിച്വൽ അവേക്കണിങ്ങിൻ്റെ സ്ട്രോങ് പ്രോസസ്സിലൂടെ കടന്നു പോകുന്ന ആൾക്കാരാണ് ഈ ഒരു റീഡിങ് കാണുന്ന ആൾക്കാർ. അപ്പോൾ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ സംഭവിക്കേണ്ടുന്ന സമയമായതുകൊണ്ട് നിങ്ങൾ കാണുന്ന റീഡിംഗ് ആയിരിക്കാം ഇത്. എപ്പോഴും പരാതി പറഞ്ഞ് നെഗറ്റീവായിട്ട് ഇരിക്കാതെ നമ്മളുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങളെ നമ്മൾ നിരീക്ഷിക്കുക. നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം വന്നാൽ ഇത് എന്തുകൊണ്ട് വന്നു, ഇതിൽ നിന്ന് എന്ത് പാഠമാണ് ഞാൻ പഠിക്കേണ്ടതെന്ന് മനസ്സിലാക്കുക. ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കുക, സമാധാനമായിട്ടിരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ്. ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.